നമ്മുടെ കട്ടപ്പന കുന്തളംപാറ റോഡിൽ ഇതേപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഫുഡ് റെസിപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഷോപ്പുണ്ട് കേട്ടോ. 2-3 വർഷമായി നമ്മളിതുവഴി പോകുമ്പോൾ കയറണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ആയപ്പോഴത്തേക്കും അങ്ങ് കയറിയില്ല. അപ്പോൾ ഇന്നൊന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കാണ്. അഫ്രീൻ ഫുഡ് കോർണർ എന്നൊക്കെയാണ് അതിൻ്റെ ഒഫീഷ്യൽ നെയിം. പിന്നെ രസഗുള, പിന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എനിക്കതൊന്നും വേണ്ടായിരുന്നു ഗൈസ്. നമ്മളവിടെ ഇതേപോലെ എഗ് നൂഡിൽസ് ആണ് പറഞ്ഞത് കേട്ടോ. ചെന്നപ്പോൾ ഇതേപോലെ ചേട്ടനത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എഗ്ഗൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി. പിന്നെ ഇവരുടെ എന്തോ ഒരു മസാലയുണ്ട്, ചാറ്റ് മസാല ആണോന്ന് എനിക്കറിയത്തില്ല, വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിത് കഴിച്ചു നോക്കിയിട്ട് പറയാം. നമ്മളൊരെണ്ണം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ചേട്ടൻ ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആസാമിൽ നിന്ന് ഒരു സബ്സ്ക്രൈബറെ കിട്ടി ഗൈസ്. ചേട്ടൻ്റെ പേര് അലി എന്നാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഇതുപോലെ ഫ്ലോറിനുള്ള റെൻറ്റ് കൊടുത്തിട്ടാണ് ഇവരിവിടെ ഈ കട തുടങ്ങിയിരിക്കുന്നത്. ഈ കട എല്ലാം ഉണ്ടാക്കിയതൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ. അപ്പം സൺഡേ ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. നിൽക്കുന്ന ആൾ ഇതേവരെ നൂഡിൽസ് എന്ന് പറഞ്ഞൊരു ഐറ്റം കഴിച്ചിട്ടേ ഇല്ല. നൂഡിൽസ് വിഷമാണെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പണ്ടൊക്കെ ഇപ്പി നൂഡിൽസൊക്കെ വാങ്ങിയിട്ട് കഴിക്കുമ്പോഴത്തേക്കും പറയായിരുന്നു അതൊന്നും കൊള്ളത്തില്ല, എന്നാലും പുള്ളി ഒന്ന് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അച്ചയ്ക്കും കൂടി ഒന്ന് കൊടുക്കണം എന്നുള്ള പ്ലാനിലാണ് ഞാനിതും നോക്കി ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കുറേ മസാല അതുപോലെ തന്നെ സോയാ സോസും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ സാധാരണ ഒരു നൂഡിൽസിൻ്റെ സ്മെല്ലല്ല, അപ്പോൾ ടേസ്റ്റും ഡിഫറൻറ്റ് തന്നെയാണ് കേട്ടോ. അമ്മേൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനൊരു റെസ്റ്റിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് പെയിൻഫുള്ളായിട്ട് വരുന്ന വഴിയാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ചേട്ടന്മാർക്കും കുഴപ്പമില്ല. അങ്ങനെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇരുന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ചൂട് പറക്കുന്ന നൂഡിൽസ് നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. സ്പൂണ് പിടിച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് കഴിച്ചാലോ. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല ചൂടായിരുന്നു കേട്ടോ. ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും നമ്മുടെ നൂഡിൽസ് പോലെ അല്ല കേട്ടോ. വേറൊരു ടേസ്റ്റാണ്. അവരുടെ മസാലയുടെ ഒരു ഇതെടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വേസ്റ്റ് ആക്കാനും മാത്രം മോശമോ അങ്ങനെയൊന്നുമല്ല, കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഉള്ളവർ, നിങ്ങളുടെ അവിടെ നമ്മളിവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേവരെ നൂഡിൽസ് കഴിക്കാത്ത ആൾ നൂഡിൽസ് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മുഖത്തുണ്ട്. കുറേ താഴോട്ടും പോയി വെള്ളമുണ്ടലാണ് വീണത് കേട്ടോ. അങ്ങനെ അച്ചയെക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് നൂഡിൽസ് കഴിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് ബാക്കി തിന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ട് സ്പൂണ് താഴോട്ട് പോയി കേട്ടോ. പിന്നെ ഇവരുടെ സർവീസ് അടിപൊളിയാണ്. ആ ചേട്ടൻ ഓടിപ്പോയിട്ട് അയ്യോ അതെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്നു കണ്ടോ. പിന്നെ നന്നായിട്ട് മലയാളം പറയും കേട്ടോ. ആസാമിലാണ് ഇവരുടെ വീട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ചായയൊക്കെ കുടിച്ച് നൂഡിൽസൊക്കെ ആസാം നൂഡിൽസ് കഴിച്ചു കേട്ടോ. കൊള്ളാം. എല്ലാ ആൾക്കാരും ഇവിടെ വരുന്ന ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവരിതൊന്ന് ട്രൈ ചെയ്യുക. താങ്ക്